ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ പതിവ് പോലെ മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ കാലമായില്ലേ നമ്മൾ വ്ളോഗൊക്കെ കണ്ടിട്ട്. അപ്പോൾ നിങ്ങളെ ഒന്ന് ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ എൻ്റെ തകൃതിയായിട്ടുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ തന്നെയാണല്ലോ നമ്മൾ അടുക്കളയിൽ മെയിനായിട്ടുള്ളത്. സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ രാവിലെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുകയാണ്. നമ്മൾ രാവിലെ അടുക്കളയിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിലും നേരം വെളിച്ചായാലല്ലേ നമുക്ക് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നമ്മളെ മഴ പെയ്തതാണ് നോക്കുന്നത്. കിണറ്റിലൊക്കെ വെള്ളം നല്ല പോലെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കും. ചെടിയുടെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കിയതിന് ശേഷം പിന്നെ അടുക്കളയ്ക്ക് തന്നെ പോന്നു. ഇത് നമ്മുടെ ഉപ്പേരിയാണ്, ചീരയുടെ ഉപ്പേരിയാണ്. ചായ മനസ്സ എന്നൊക്കെ പറയണ ഇല കൊണ്ടുള്ള ഉപ്പേരിയാണ്. നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരയാണിത്. ഇത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് നല്ലപോലെ വളരുന്ന ഒരു ചെടിയാണ്, ചീരയാണ്. നല്ല ടേസ്റ്റാണ്. നാളികേരമൊക്കെ ചേർത്തുണ്ടാക്കിയാൽ, മുട്ട ചേർത്തുണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണർന്നിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഏട്ടനൊക്കെ എൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരേ നേരത്തെ തന്നെ നീക്കും. കുറേ സഹായമൊക്കെ ചെയ്തു തരും. എന്നിട്ട് തന്നെയാണ് ഓഫീസിലേക്കൊക്കെ പോവാറ്. നമ്മൾ രണ്ട് പേരും കൂടി നല്ലതുപോലെ നോക്കിയാൽ തന്നെയാണ് വീടൊക്കെ വൃത്തിയാക്കാനും വീടൊക്കെ നല്ല ഐശ്വര്യത്തോടു കൂടിയൊക്കെ ഇരിക്കാൻ കഴിയുള്ളൂ. മക്കളെ കൊണ്ടും കഴിയുന്നത് പോലെയൊക്കെ ചെയ്യിപ്പിക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് പനീർ കൊണ്ടുള്ളൊരു മസാലക്കറിയാണ്. അതിനായി നമ്മൾ ചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അത് പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് കളർ ചേഞ്ച് വരുമ്പോൾ ഈ പനീർ അതിലേക്ക് ഇടണം. ഒരു പാക്കറ്റ് പനീറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2 പ്രാവശ്യമായിട്ടൊക്കെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. വലിയ എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണ്. എത്ര എരിവും അങ്ങനെ ചേർത്താലും അങ്ങനെ വലിയ എരിവൊന്നും നമുക്ക് തോന്നില്ല. കാരണം ഈ പനീറിന് തന്നെ ഒരു മധുരമുള്ളൊരു ഇതാണല്ലോ, അതുകൊണ്ട് കറിക്കും ആ ഒരു മധുരം വരും. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഈ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് കിടന്ന് ആ കളറൊക്കെ ഒന്ന് മാറണം. ആ വെള്ള നിറമൊക്കെ ഒന്ന് മാറി അപ്പോൾ നമ്മളെ മസാലയുടെ കളറൊക്കെ ആയി മാറും. എന്നിട്ട് നമ്മളത് അതിന് എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെയാണ് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കേണ്ടത്. ആദ്യം ഈ പനീർ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മസാലക്കറികളൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ കറി അത്ര വലിയൊരു ഇതുണ്ടാവുമെന്നൊന്നും പറയാൻ വയ്യ. നിങ്ങൾ യൂട്യൂബൊക്കെ അടിച്ചിട്ട് നല്ല കറികളൊക്കെ സെലക്ട് ചെയ്തെടുത്തോളുണ്ടോ. ഞാനിത് എൻ്റെ രീതിക്ക് വെക്കുന്ന ഒരു ഇതാണ്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അത്ര ടേസ്റ്റ് കുറവെന്ന് പറയാനൊന്നുമില്ല. നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളെ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇത്. ഇപ്പോൾ നമ്മളെ മഴക്കെടുതികളും ദുരിതാശ്വാസ ക്യാമ്പുകളും എല്ലാവരും ഇപ്പോൾ ആകെ വിഷമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ എല്ലാവരും എത്തിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു ദുഃഖത്തിലൊക്കെ നമ്മളും പങ്കുചേരുകയാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ കഴിയുക. അപ്പോൾ കഴിയുന്നതൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് ഈ കറിയിലൊക്കെ ഇത് കഴിഞ്ഞാൽ നമ്മൾ കുരുമുളക് പൊടി, പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ മസാലപ്പൊടി, ഗരം മസാല, അതും കൂടി ചേർക്കണം. എങ്കിലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ആദ്യത്തെ തേങ്ങാപ്പാലിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം രണ്ടാമത് അരച്ച തേങ്ങാപ്പാൽ എന്ന് പറയാൻ നല്ലതുപോലെ അരച്ചെടുത്താൽ മതി നാളികേരം. അപ്പോൾ ഒരു തേങ്ങാപ്പാൽ പോലെ എങ്ങനെ ആയി കിട്ടും. അപ്പോൾ നല്ലൊരു കറിയായിട്ട് കിട്ടും. നല്ല തിക്കുള്ളൊരു കറിയാണ്. അപ്പോൾ ഇന്ന് നൂൽപുട്ടാണ് ഞാൻ ഇതിനുണ്ടാക്കുന്നത്. നൂലപ്പം, നൂൽപുട്ട് എന്നൊക്കെ പറയും. ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചെറിയ ഉള്ളി കാച്ചി ഒഴിക്കണം. ചെറിയ ഉള്ളി, കരിവേപ്പിൻ്റെ ഇല, ചുവന്ന മുളക് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നൂൽപുട്ടും പനീർ കറിയാണ് ഇന്നത്തെ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ്.
അപ്പോൾ ചെറിയൊരു ജലദോഷത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്, തൊണ്ട ആകെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് സൗണ്ടിനൊക്കെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ കുറേ ആയില്ല അപ്പോൾ വ്ളോഗൊക്കെ ഇട്ടിട്ട്, അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ തിരക്കായിട്ടാണ് വ്ളോഗ് ഇടാൻ. ഞാൻ ഷോർട്ട് വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്, എല്ലാവരും അതൊക്കെ കണ്ട് സഹകരിക്കണം. പിന്നെ എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ 2 മക്കളെയും കൂട്ടിയിട്ടാണ് പോയത്. മൂത്ത ആളെയും ചെറിയ ആളെയും കണ്ണനും യദുവിനെയും കൂട്ടിയിട്ടാണ് പുറത്തേക്ക് പോയത്. രണ്ടാമത്തെ ആൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു അവിൽ മിൽക്കൊക്കെ കുടിച്ചു. അപ്പോൾ മക്കളെയൊക്കെ കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ് നമുക്ക്. നമ്മളെ ഒപ്പത്തിനൊപ്പം വലുതായ മക്കളെയും കൊണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, കുഞ്ഞു കുട്ടികളാകുമ്പോൾ മടിയിൽ വെച്ച് കൊണ്ടുപോകുന്ന പ്രായത്തിലൊക്കെ ഞാനങ്ങനെ പോയിട്ടുള്ളൂ, ഇത്രയും വലിയവരായിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമാണ്. ആദ്യമൊക്കെ നമ്മളെ മക്കൾ നമ്മൾ മക്കളെയും കൊണ്ടാണ് പുറത്തേക്കൊക്കെ പോയിരുന്നത്. ഇപ്പോൾ നമ്മളെ കൊണ്ട് മക്കൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴും നമ്മളെ കൊണ്ട് ഓരോന്ന് വാങ്ങിത്തരുമ്പോഴും നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. നമ്മളെ മക്കളൊക്കെ നമ്മളൊപ്പം വലുതായി വരികയാണ്. അപ്പോൾ അതൊക്കെ ഒരമ്മയ്ക്കും അച്ഛനൊക്കെ പറഞ്ഞ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അവർക്കൊരു ജോലിയൊക്കെ റെഡിയായി നമ്മളുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതൊക്കെ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.